ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഡ്രസ് വർക്കിന് നികുതി അടയ്ക്കേണ്ടതായിട്ടുണ്ടോ? ഡ്രസ് വർക്കിന് നിങ്ങൾ നിർബന്ധമായിട്ടും പെർമിറ്റ് എടുത്തിരിക്കണം. അതുപോലെ നികുതിയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു നികുതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില വഴികളുണ്ട്. അതായത് എല്ലാ ഡ്രസ് വർക്കുകൾക്കും എന്താണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. നികുതി അടയ്ക്കേണ്ടതില്ലാത്ത ഡ്രസ് വർക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ടാക്സ് വരാത്ത ഡ്രസ് വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഡ്രസ് വർക്ക് ചെയ്യുന്നത് ഒരു ടെറസ് കെട്ടിടത്തിന് മുകളിലായിരിക്കണം. 2. ആ കെട്ടിടത്തിന് 10 മീറ്ററിലധികം ഉയരം പാടില്ല. 3. ആ കെട്ടിടം താമസ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന കെട്ടിടമായിരിക്കണം. അതായത് വാണിജ്യ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്ന കെട്ടിടമാവരുത്. 4. ഒരു ഫാമിലി മാത്രം താമസിക്കുന്ന ഒരു ഏക കുടുംബവാസ ഗൃഹ കെട്ടിടമായിരിക്കണം. 5. ആ ഒരു ഡ്രസ് വർക്കിന്റെ ഉദ്ദേശ്യം ആ ഒരു കെട്ടിടത്തെ മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതായിരിക്കണം. 6. കെട്ടിടത്തിന്റെ സുരക്ഷയെ കരുതി മാത്രം പണിയുന്ന ഒരു ഡ്രസ് വർക്ക് ആയിരിക്കണം. 7. പെർമിറ്റ് ഫീസും അപേക്ഷ ഫീസും ഒക്കെ അടച്ചിട്ട് പെർമിറ്റ് എടുത്ത് പണിയുന്ന ഒരു കെട്ടിടമായിരിക്കണം. 8. അങ്ങനെ ചെയ്യുന്ന ആ ഒരു ഡ്രസ് വർക്കിന് 2.4 മീറ്റർ ഉയരം വരെ ആവാം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും. 9. കൂരയായിട്ട് തന്നെ ചെയ്യണം. ഷീറ്റ്, ഓട് എന്നിവ കൊണ്ട് എന്താണ് ആ കൂര പൊതിയാവുന്നതാണ്. 10. ഡ്രസ് വർക്ക് ചെയ്ത ആ ഒരു കൂരയുടെ എല്ലാ വശങ്ങളും എന്താണ് ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കണം. 11. ഭിത്തിയോ ഗ്രില്ലോ ഷട്ടറോ ജനലോ ഇതൊന്നും എന്താണ് അവിടെ വെക്കാൻ പാടില്ല. അങ്ങനെ വെക്കുകയാണെങ്കിൽ അതെന്താണ് നികുതിയിൽ കണക്കാക്കും. നിങ്ങൾ ഭാഗികമായിട്ട് വെച്ച് കഴിഞ്ഞാലും എന്താണ് അത് നികുതിയായിട്ട് കണക്കാക്കും. അതുപോലെ ഡ്രസ് വർക്ക് ചെയ്ത ആ ഒരു ഏരിയ എന്താണ് നിങ്ങൾ താമസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു 12 കണ്ടീഷനുകൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ കെട്ടിട നികുതി നിർണയത്തിൽ നിന്ന് എന്താണ് ഈ ഒരു ഡ്രസ് വർക്ക് ഒഴിവാക്കി കിട്ടും. ഇങ്ങനെ ഒഴിവാക്കി കിട്ടിയാൽ നിങ്ങൾ താമസത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു കെട്ടിടത്തിൻ്റെ ഒരു എക്സ്ട്രാ പ്രൊജക്ഷനായിട്ട് മാത്രമേ അതിനെ കണക്കാക്കിയുള്ളൂ. ഈ വർഷാവർഷം നിങ്ങൾ ഇതിന് നികുതി അടയ്ക്കേണ്ടതായിട്ടൊന്നും വരില്ല. അതുപോലെ തുണി ഉണക്കുന്നത് പോലുള്ള ചെറിയ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഒരു ഏരിയ എന്താണ് യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് കണക്കാക്കുന്നില്ല. ഡ്രസ് വർക്കിൽ ചെയ്യുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾക്ക് ഇളവുകൾ ഉണ്ടെന്ന് നോക്കാം. 1. പാരപ്പറ്റ് എന്ന് പറഞ്ഞാൽ ടെറസിൽ നിന്ന് ആരും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടുന്ന ഒരു സംരക്ഷണ ഭിത്തിയാണ്. ഈ ഒരു പാരപ്പറ്റിന് 1.2 മീറ്റർ ഉയരം വരെ ആണെങ്കിൽ അതിന് ഇളവ് ലഭിക്കാവുന്നതാണ്. അതുപോലെ ടെറസിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഗോവണികൾ വെക്കുന്നത് അതും എന്താണ് ഇളവ് ലഭിക്കുന്നുണ്ട്. പിന്നെ വാട്ടർ ടാങ്ക് വെക്കുന്നത് കൊണ്ട് എന്താണ് ആ ഒരു ഏരിയ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് കണക്കാക്കുന്നില്ല, അതും പ്രശ്നമില്ല. അതുപോലെ ടെറസിന് പുറത്തേക്ക് ആ ഒരു ഡ്രസ് വർക്ക് തള്ളി നിന്ന് കഴിഞ്ഞാലും എന്താണ് അതിനെ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് കണക്കാക്കില്ല. പിന്നൊന്ന് ഡ്രസ് വർക്കിനെ താങ്ങി നിർത്താനായിട്ട് തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് അതിനും യാതൊരുവിധ പ്രശ്നമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടാണ് ഡ്രസ് വർക്ക് നിർമ്മിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് നികുതി അടയ്ക്കേണ്ടതായിട്ട് വരില്ല. ഇതിലേതെങ്കിലും കണ്ടീഷൻസൊക്കെ നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ എന്താണ് നിർബന്ധമായിട്ടും നിങ്ങൾ നികുതി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.